ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. വരാൻ പോകുന്ന 10th പ്രിലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുമുള്ള ഒരു സെക്ഷനാണ്. കേരള ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തു നിന്നുള്ള സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം. 2021 മുതൽ 24 വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും 10th പ്രിലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? എന്ന സംഘടന രൂപീകരിച്ചത് ആര്? അർണോസ് പാതിരി, പൊയ്കയിൽ കുമാരഗുരുദേവൻ, കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആര്? ആരാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ രൂപീകരിക്കുന്നത്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. 1909 പൊയ്കയിൽ കുമാരഗുരുദേവൻ രൂപീകരിച്ച സംഘടനയാണ് ഏത്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ. ആരാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ? പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ആര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയതായിരുന്നു എങ്ങനെ? കുമാരഗുരുദേവൻ എന്ന് പറഞ്ഞുകൊണ്ട്. രൂപീകരിച്ച വർഷമാണ് 1909. ഇതിന്റെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം. ഏതാണ്? ആദിയാർ ദീപം. ശ്രദ്ധിക്കുക, ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. ഓക്കെ, ക്രിസ്തുമതം ഉപേക്ഷിച്ചതിന് ശേഷം, ശ്രദ്ധിച്ചിരിക്കുക, ക്രിസ്തുമതം ഉപേക്ഷിച്ചതിന് ശേഷം അവശത അനുഭവിക്കുന്ന ദളിതർക്ക് വേണ്ടി പൊയ്കയിൽ യോഹന്നാൻ രൂപീകരിച്ച സംഘടനയാണ് ഏത്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാരംകുളം മുതൽ കുളത്തൂർ കുന്നുവരെ യുദ്ധ വിരുദ്ധ ജാഥ നയിച്ച വ്യക്തിയും ആര് തന്നെയാണ്? കുമാരഗുരുദേവൻ. ഇതിന്റെ മുദ്രാവാക്യമായിരുന്നു എന്ത്? സമാധാനം, ലോകത്തിന് സമാധാനം. ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയല്ലോ. അടുത്ത്, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമേത്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കം എന്നറിയപ്പെടുന്ന സംഭവം മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഇതൊന്നുമല്ല. ഏതാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കം എന്നറിയപ്പെടുന്നത്? മലയാളി മെമ്മോറിയൽ. പണ്ട് തിരുവിതാംകൂർ ആയിരുന്ന സമയത്ത് തിരുവിതാംകൂറിൽ തമിഴ്നാടിന്റെ കുറച്ച് പ്രദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങൾക്ക് പ്രധാനമായിട്ടും പരിഗണിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആ ഒരു പ്രദേശത്തു നിന്നുള്ള തമിഴ് ബ്രാഹ്മൺസിനെയും സവർണ ക്രിസ്ത്യാനികളെയുമായിരുന്നു. അഭ്യസ്തവിദ്യരായ പിന്നോക്ക സമുദായക്കാർ തിരുവിതാംകൂർ ഉണ്ടായിട്ട് പോലും അവരെ പരിഗണിക്കാതെയാണ് എന്ത്? ഇതിപ്പോ മൊത്തം തിരുവിതാംകൂറാന്ന് വിചാരിക്കുക. ഈ തമിഴ്നാട്ടിൽ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള തമിഴ് ബ്രാഹ്മണരെയും സവർണ ക്രിസ്ത്യാനികളെയും പരിഗണിച്ചിട്ടുണ്ടിരുന്നത്. ഇതിനെതിരെ 1882 എന്നാണ് 1882 തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 3 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കി. ആ വിദ്യാർത്ഥികളായിരുന്നു ആരൊക്കെ? ജി പി പിള്ള, നമ്മുടെ ബാരിസ്റ്റർ ജി പി പിള്ള, എൻ രാമൻ പിള്ള. ആരാണ്? എൻ രാമൻ പിള്ള. ആവശ്യമുള്ള പോയിന്റ്സ് എഴുതിയെടുത്തോളൂ കേട്ടോ. എൻ രാമൻ പിള്ള, ആർ രംഗറാവു, ഓക്കെ, എന്നിവരായിരുന്നു ആ 3 പിള്ളേരുകൾ. അന്നത്തെ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു ആര്? ജോൺ റോസ്. ആരാണ്? ജോൺ റോസ്. ഈ ജോൺ റോസിന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമയ്യങ്കാർ പ്രത്യേക ശിക്ഷണ നടപടി ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ പുറത്താക്കുന്നത് കോളേജിൽ നിന്നും. അതിനുശേഷം ഈ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ ചേർന്നതിന്റെ ഫലമായിട്ട് 1891 എന്നാണ് 1891 ജനുവരി 1 അഭ്യസ്തവിദ്യരായ പിന്നോക്ക സമുദായക്കാരെ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങൾക്ക് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം എഴുതി തയ്യാറാക്കി അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിക്ക് സമർപ്പിച്ചു. അതറിയപ്പെട്ട പേരാണ് ഏത്? മലയാളി മെമ്മോറിയൽ. സമർപ്പിച്ച വർഷമാണ് 1891 ജനുവരി 1. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കം എന്നറിയപ്പെടുന്ന സംഭവമാണ് ഇത്, മലയാളി മെമ്മോറിയൽ. എങ്കിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ബാരിസ്റ്റർ ജി പി പിള്ള. ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇതിൽ എത്ര പേരാണ് ഒപ്പുവെച്ചത്? 1028 പേരാണ് ഇതിൽ ഒപ്പുവെച്ചത്.
ഓക്കെ, ഇത് സമർപ്പിച്ചത് ഏത് രാജാവിനാണ്? തിരുവിതാംകൂർ രാജാവായ ശ്രീ മൂലം തിരുനാൾ രാജാവിനാണ് സമർപ്പിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു ആര്? ടി രാമറാവു. ആരാണ്? ടി രാമറാവു. പിള്ളേരുകളെ പുറത്താക്കിയ സമയത്ത് ദിവാനായിരുന്നു ആര്? രാമയ്യങ്കാർ. ആരാണ്? രാമയ്യങ്കാർ. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ഇതിന്റെ പ്രമേയം തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? സി വി രാമൻ പിള്ള. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി വി ലേഖനങ്ങൾ എഴുതുന്ന പത്രമായിരുന്നു ഏത്? മിതഭാഷി. ഏതാണ്? മിതഭാഷി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി വി എഴുതിയ കൃതിയാണ് ഏത്? വിദേശീയ മേധാവിത്വം. ക്ലിയർ ആയല്ലോ? ഇതിൽ ആദ്യം ഒപ്പുവെച്ച വ്യക്തി കെ പി ശങ്കരമേനോൻ, രണ്ടാമത്തേത് ജി പി പിള്ള. ഏത്? ഈ ജി പി പിള്ള. മൂന്നാമത്തേത് ഡോക്ടർ പി പൽപ്പ്. മൊത്തം ഒപ്പുവെച്ചത് 1928. എന്തായിരുന്നു മലയാള മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്? തിരുവിതാംകൂറുകാർക്ക്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയല്ലേ? എല്ലാ പോയിന്റ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും എഴുതിയെടുത്തോളൂ കേട്ടോ. ക്ലിയർ ആയല്ലോ? അടുത്ത്, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? മലബാറിൽ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ, എ വി കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ. ആരാണ്? അക്കാമയും ആനി മസ്ക്രീനും എവിടെയാണ്? അക്കാമയും ആനി മസ്ക്രീനും തിരുവിതാംകൂർ ബേസ്ഡ് ആയിട്ടാണ് അവർ നടക്കുന്നത്. ഓക്കെ, അവരുടെ പ്രക്ഷോഭങ്ങളെല്ലാം അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. എ വി കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും ജനിക്കുന്നത് ആനക്കര വടക്കത്ത് കുടുംബത്തിൽ. അതാണ് എ വി എന്നൊരു പേര്. ഓക്കെ, എ വി, ആനക്കര വടക്കത്ത് കുടുംബത്തിൽ. ഇവർ രണ്ടൊരു കസിൻസ് ആണ്. ഓക്കെ, സി അമ്മു സ്വാമിനാഥൻ പൊന്നാനി ആനക്കര വടക്കത്ത് കുടുംബം. ഓക്കെ, ഇവിടെ ജനിച്ചതിന് ശേഷം പിന്നീട് സ്വാമിനാഥൻ വിവാഹം കഴിച്ച് അമ്മു എങ്ങടേക്ക് പോവുകയാണ്? ചെന്നൈയിലേക്ക് പോവുകയാണ്. പിന്നീട് അമ്മുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന എവിടെയാണ്? ചെന്നൈ ബേസ്ഡ് ആയിട്ടാണ് അമ്മുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ, എ വി കുട്ടിമാളു അമ്മയാണ് എന്ത്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് വിദേശ വസ്ത്ര വ്യാപാര കേന്ദ്രത്തിന് മുന്നിൽ പിക്കറ്റിംഗ് നടത്തിയ വ്യക്തിയാണ് ആര്? എ വി കുട്ടിമാളു അമ്മ. അതുകൊണ്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ആര്? എ വി കുട്ടിമാളു അമ്മ. ആനക്കര വടക്കത്ത് കുടുംബത്തിൽ കുട്ടിമാളു അമ്മ. ക്ലിയർ ആയല്ലോ? അമ്മു സ്വാമിനാഥന്റെ മകളാണ് മൃണാളിനി സാരാഭായ്. ഓക്കെ, പിന്നെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കിട്ടിയില്ലേ? അടുത്ത്, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമേത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു പ്രവിശ്യ അല്ലെങ്കിൽ സംസ്ഥാനം രൂപീകരിച്ചു തരണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ട സമ്മേളനമാണ് ഏത്? ഒറ്റപ്പാലം, പയ്യന്നൂർ, തൃശ്ശൂര്, കൊച്ചി. ഏതാണ്? പയ്യന്നൂർ. ഏതാണ്? പയ്യന്നൂർ സമ്മേളനമാണ്. ഏതാണ്? പയ്യന്നൂർ. ഓക്കെ, പയ്യന്നൂരിന്റെ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു കേട്ടോ. ഓക്കെ, സി ഈ സമ്മേളനത്തിൽ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടാവണ്ടേ? അന്ന് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. 1928 കോൺഗ്രസിന്റെ പയ്യന്നൂർ സമ്മേളനം നടക്കുന്നത്. ക്ലിയർ ആയല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പയ്യന്നൂർ. ഇതിന്റെ പ്രസിഡന്റ്, ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അധ്യക്ഷത വഹിച്ചായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? അടുത്ത്, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിക്കുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കത്തിന്റെ പത്രമാണ് ഏത്? സ്വദേശാഭിമാനി പത്രം. 1905 അഞ്ചുതെങ്ങിൽ നിന്നും വക്കം ആരംഭിച്ച പത്രമായിരുന്നു ഏത്? സ്വദേശാഭിമാനി പത്രം. അതിന്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നു സി പി ഗോവിന്ദപിള്ള. സി പി ഗോവിന്ദപിള്ള ആര്യഭൂഷണം എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപരായി പോയ വേക്കൻസിയിലാണ് ആര് വരുന്നത്? രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ട് വരുന്നത്. പിന്നീട് പത്രവും അച്ചുകൂടവും എല്ലാം ആർക്ക് കൈമാറുന്നുണ്ട്? രാമകൃഷ്ണപിള്ളയ്ക്ക് കൈമാറുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മക്തി തങ്ങൾ. ആരാണ്? മക്തി തങ്ങൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത്, കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്,
ടി.കെ. മാധവൻ, കെ. കുഞ്ഞമ്പു നായർ. ഓക്കെ, ശ്രദ്ധിക്കുക, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി എന്നറിയപ്പെടുന്നതായിരുന്നു ഏത്? പയ്യന്നൂർ. 1930 ഏപ്രിൽ 13 കോഴിക്കോട് ഒത്തുകൂടിയ കെ. കേളപ്പന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടിയ സംഘം എന്താണ്? ഒരു ജാഥയായിട്ട് എങ്ങടേക്ക് വരുന്നു? പയ്യന്നൂരിലേക്ക് വരുന്നു. ഓക്കെ, ഏപ്രിൽ 21 അവരിവിടെ എത്തി. ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പ് കുറുക്കി. അതിന്റെ ഭാഗമായിട്ട് ആരെ അറസ്റ്റ് ചെയ്യുന്നു? കെ. കേളപ്പനെയും AKGയെയും ആദ്യം അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് സത്യാഗ്രഹങ്ങളിൽ നടക്കുന്നു. പിന്നീട് ദേശീയ തലത്തിൽ ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഇവിടെ പയ്യന്നൂരിൽ എല്ലാവരെയും എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുക, മാറ്റുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് സത്യാഗ്രഹം എങ്ങടേക്ക് മാറ്റി? കോഴിക്കോടിലേക്ക് മാറ്റി. എങ്ങടേക്ക് മാറ്റി? കോഴിക്കോടേക്ക് മാറ്റി. അന്ന് കോഴിക്കോട് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി എവിടെയാണ്? പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? പയ്യന്നൂർ തന്നെയാണ്. ഓക്കെ, കേളപ്പനോടൊപ്പം അന്ന് ജാഥയായിട്ട് പോയത് 32 പേരായിരുന്നു. കേളപ്പനോടൊപ്പം മൊത്തം എത്ര പേരെന്ന് വെച്ചാൽ എത്രയായിരുന്നു? 33 പേര് വേണം എഴുതാനായിട്ട്. അവരൊരു ജാഥയായിട്ടാണ് പോയത്. ഒരു മാർച്ചിങ് സോങ് ഒക്കെ പാടിക്കൊണ്ടാണ് പോയത്. ആ മാർച്ചിങ് സോങ് ആയിരുന്നു വരിക വരിക സഹചരേ. അത് എഴുതിയ വ്യക്തിയായിരുന്നു ആര്? അംശി നാരായണ പിള്ള. അപ്പൊ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് സോങ് ആയിരുന്നു ഏത്? വരിക വരിക സഹചരേ. ക്ലിയർ ആയില്ലേ? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഓക്കെ, അടുത്ത് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? അർണോസ് പാതിരി, ആഞ്ചലോസ് ഫ്രാൻസിസ്, ഹെർമൻ ഗുണ്ടാട്ട്, ബെഞ്ചമിൻ ബേലി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ക്ലിയർ ആയല്ലോ? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി. നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? അർണോസ് പാതിരി. അർണോസ് പാതിരിയുടെ കൃതിയാണ് ഏത്? പുത്തൻ പാന. ഏതാണ്? പുത്തൻ പാന. ക്ലിയർ ആയല്ലോ? ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? ബെഞ്ചമിൻ ബേലി. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബേലി. ആദ്യ നിഘണ്ടു അർണോസ് പാതിരി. അടുത്തത് ഇനി അദ്ദേഹം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാധ്യ? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടാട്ട്. മാറിപ്പോകരുത്. ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബേലി, മലയാളം ഇംഗ്ലീഷ് ആണ് ആര്? ഹെർമൻ ഗുണ്ടാട്ട്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരവും ആരുടെ തന്നെയാണ്? ഹെർമൻ ഗുണ്ടാട്ടിന്റെ തന്നെയാണ്. മറ്റൊരു പത്രമാണ് അദ്ദേഹത്തിന്റെ പശ്ചിമോദയം. ക്ലിയർ ആയല്ലോ? ഹെർമൻ ഗുണ്ടാട്ടിന്റെ 2 പ്രസിദ്ധീകരണങ്ങളാണ് കേരളപ്പഴമ, കേരളോൽപ്പത്തി. ഏതൊക്കെയാണ്? കേരളപ്പഴമയും കേരളോൽപ്പത്തിയും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ആഞ്ചലോസ്, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ക്ലിയർ ആയല്ലോ? അടുത്തൊരു ചോദ്യം നോക്കാം. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? 1849, 1859, 1888, 1869. എന്താണ് ചാന്നാർ ലഹള? ഓക്കെ, പണ്ട് ചാന്നാർ സമുദായം എന്ന് പറഞ്ഞാൽ താഴ്ന്ന സമുദായമാണ്. ഓക്കെ, ആ സമുദായത്തിലെ സ്ത്രീകൾക്ക് എന്താണ്? മാറുമറയ്ക്കുന്നുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് മിഷണറിമാർ വന്നിരുന്നു. എന്തായിരുന്നു മിഷണറിമാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? മതപരിവർത്തനവും വിദ്യാഭ്യാസ പ്രചരണവുമാണ് എന്ത്? മിഷണറിമാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വന്നവർ ആരൊക്കെയാന്ന് നോക്കാം. LMS കാര്, LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഇവരുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? തിരുവിതാംകൂർ. എവിടെയായിരുന്നു? തിരുവിതാംകൂർ. പിന്നീട് വന്നവരായിരുന്നു CMS കാർ. എന്താണ് CMSന്റെ ഫുൾ ഫോം? ചർച്ച മിഷൻ സൊസൈറ്റി. എവിടെയാണ് ഇവരുടെ പ്രവർത്തന മേഖല? തിരുവിതാംകൂർ, കൊച്ചിയുമാണ് ഇവരുടെ പ്രവർത്തന മേഖല. എവിടേക്കാണ്? ഓക്കെ, പിന്നീട് വന്നവരായിരുന്നു ആര്? BEM കാർ. ആരാണ്? BEM, ബാസൽ ഇവാഞ്ചിക്കൽ മിഷൻ. ഇവരുടെ പ്രവർത്തന മേഖലയായിരുന്നു എവിടെ? മലബാർ. എവിടെയാണ്? മലബാർ. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഈ മിഷണറിമാരുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? മതപരിവർത്തനവും വിദ്യാഭ്യാസ പ്രചരണവുമാണ് ഇവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ LMS കാർ വന്നതിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിലെ കുറച്ച് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾ എങ്ങടേക്ക് മാറുന്നു? ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുന്നു. ഇവർ ക്രിസ്ത്യൻ മിഷണറിമാരാണ് കേട്ടോ. ഓക്കെ, എങ്ങടേക്ക് മാറുന്നു? ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുന്നു. അപ്പൊ ചാന്നാർ സമുദായത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറി കുറച്ച് സ്ത്രീകൾ. എന്തിനു വേണ്ടിയിട്ടാ? മാറുമറയ്ക്കുന്ന ലക്ഷ്യവുമായിട്ട്.
ഓക്കെ, അപ്പൊ അങ്ങനെ മാറിയ ആ സ്ത്രീകൾക്ക് മാത്രം മാറുമറയ്ക്കാൻ അനുമതി നൽകിയ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു ആര്? കേണൽ മൺട്രോ. ആരാണ്? കേണൽ മൺട്രോ. ഓക്കെ, അങ്ങനെ മാറിയ സ്ത്രീകൾക്ക് മാത്രം കേട്ടോ. പിന്നീട് ഈ സ്ത്രീകൾക്ക് മാറുമറച്ചാൽ മാത്രം പോരാ, പിന്നെന്താണ്? ഇവരെന്തായാലും മാറിയല്ലോ സവർണ സമുദായത്തിലേക്ക്. സവർണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ ഉത്തരീയവും അണിയണം. എന്താണ് ഉത്തരീയം എന്ന് വെച്ചാൽ മേൽമുണ്ട് അല്ലെങ്കിൽ അപ്പർ ബോഡി കവർ ചെയ്യുന്ന ഒരു സാധനം. ഓക്കെ, അപ്പൊ ഈ ഉത്തരീയവും അണിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പ്രക്ഷോഭം ഉണ്ടാക്കാൻ തുടങ്ങി. ഇവര് പ്രക്ഷോഭം ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് മദ്രാസ് ഗവർണർ ആയിരുന്ന ചാൾസ് ട്രെവലിയൻ എന്ത് ചെയ്തു? ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൽ ഒപ്പുവെച്ച തിരുവിതാംകൂറിലെ രാജാവായിരുന്നു ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, ചാൾസ് ട്രെവലിയൻ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ആര് ഒപ്പുവെക്കുന്നത്? ഉത്രം ഒപ്പുവെക്കുന്നത്. ഒരു ഉത്തരവിൽ ഒപ്പുവെക്കുക മീൻസ് അനുമതി കൊടുക്കാന്നല്ലേ. അതുകൊണ്ട് ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ മീൻസ് അപ്പർ ബോഡി കവർ ചെയ്യാനുള്ള അത് അനുമതി കൊടുത്ത തിരുവിതാംകൂർ രാജാവായിട്ട് അറിയപ്പെടുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം അനുമതി കൊടുത്ത വർഷമാണ് 1859 ജൂലൈ 26. 59 ജൂലൈ 26. ഓക്കെ, അപ്പോൾ ചാന്നാലാണ് എന്ന വർഷം ചോദിച്ചാൽ ഏതാണ് ഇതിൻ്റെ? 1859 വേണം എഴുതാനായിട്ട്. ക്ലിയർ ആയല്ലോ? ശ്രദ്ധിക്കുക, ഈ ചാന്നാലയുടെ ആദ്യ പ്രക്ഷോഭം നടന്ന വർഷമായിരുന്നു 1822. അതിന് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, ആക്ച്വലി സമരം നടക്കുന്ന സമയത്ത് ആരില്ല? വൈകുണ്ഠസ്വാമികളില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് അറിയപ്പെടുന്ന ഒന്നാം ചാന്നാർ ലഹള എന്ന് പറഞ്ഞുകൊണ്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലാക്കേണ്ട സംഗതി PS ചോദിക്കുന്നു ചാന്നാർ ലഹള നടന്ന വർഷം എന്ന് ചോദിച്ചിട്ട് 59 നിന്നു 22 തന്നാൽ ഏതാണ് എഴുതേണ്ടത്? 59 വേണം എഴുതാനായിട്ട്. ഒന്നാം ചാന്നാർ ലഹള എന്ന് എടുത്തു ചോദിക്കുമ്പോൾ മാത്രമാണ് എന്ത് എഴുതേണ്ടത്? 22 എഴുതേണ്ടത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ചാന്നാറുടെ വർഷം ഏത്? ഓപ്ഷൻ ബി 1859. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത്, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, കുമാരഗുരുദേവൻ. ഓക്കെ, 1924 ഗുരു എന്താണ്? ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. എവിടെയാണ്? ആലുവ. ഈ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരു പറഞ്ഞ വാചകമാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് സദാശിവ അയ്യർ. ആരാണ്? ജസ്റ്റിസ് സദാശിവ അയ്യർ. അപ്പോ ആലുവ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞ വാചകമാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ഇതിനുത്തരം ഓപ്ഷൻ എ ആണ് ശരിയായത്. ക്ലിയർ ആയല്ലേ? അടുത്ത്, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ സമരമായിരുന്നു ഏത്? ഗുരുവായൂർ സത്യാഗ്രഹം. എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ക്ഷേത്ര പ്രവേശനമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1931 KPCCയുടെ വടകര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത്. അങ്ങനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? KPCC ആ പ്രമേയം പാസ്സാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ KPCC നേതൃത്വം തന്നെയാണ് ഏത് സമരവും നടക്കുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ക്ലിയർ ആയല്ലോ? അന്നത്തെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സെൻ ഗുപ്ത. ആരാണ്? സെൻ ഗുപ്ത. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതിന്റെ പ്രധാന നേതാക്കളായിട്ട് അറിയപ്പെടുന്ന ആരൊക്കെയാണ്? കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AKG, P കൃഷ്ണപിള്ള, ഓക്കെ, NP ദാമോദരൻ നായർ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ എന്നിവരായിരുന്നു എന്ത്? ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ നോക്കാം നമുക്ക്. കെ കേളപ്പൻ, AK ഗോപാലൻ, P കൃഷ്ണപിള്ള, TK മാധവൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? കെ കേളപ്പനും AKG ഉണ്ട്, P കൃഷ്ണപിള്ളയുണ്ട്. ഇതിൽ പ്രധാന നേതാവ് എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? കെ കേളപ്പനാണ്. ആർക്കാണ്? കെ കേളപ്പനാണ്. രണ്ടാമത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? മന്നത്ത് പത്മനാഭനാണ്. ആർക്കാണ്? മന്നത്ത് പത്മനാഭൻ. മൂന്നാമതാണ് ആർക്ക് കൊടുക്കേണ്ടത്? AK ഗോപാലന് കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഗുരുവായൂർ സത്യാഗ്രഹം ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി മക്ഡൊണാൾഡ്സ്
കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് 3ാം വട്ടമേശ സമ്മേളനത്തിൽ വെച്ചിട്ട് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി എർവാദ ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അന്ന് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1932 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ ആരും നിരാഹാരം നടത്തുന്നുണ്ട്. കെ കേളപ്പനും നിരാഹാരം നടത്തുന്നുണ്ട്. പിന്നീട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തന്നെ എന്താണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹം നിർത്തിവെക്കുന്നു, നിരാഹാരവും അവസാനിപ്പിക്കുന്നുണ്ട്. 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചത്. സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1 എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ കെ കേളപ്പൻ. കിട്ടിയോ? അടുത്ത് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? EMS ചേറ്റൂർ ശങ്കരൻ നായർ, സ്വദേശാമ രാമകൃഷ്ണപിള്ള, പട്ടം താണുപിള്ള. ആരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. INCയുടെ പ്രസിഡന്റ് ആയ ഏക മലയാളിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ശങ്കരൻ നായർ. കിട്ടിയില്ലേ? അടുത്ത് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, കുമാരഗുരുദേവൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ കരിനീച്ച ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണാധികാരിയെ വെളുത്ത പിശാചെന്നും തിരുവിതാംകൂർ ഭരണത്തെ കരിനീച്ചൻ എന്നും പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ഇത് സമത്വ സമാജം. ഏതാണ്? സമത്വ സമാജം രൂപീകരിച്ച വർഷം 1936. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. ഇദ്ദേഹം തിരുവിതാംകൂറിലെ ജന്മിമാർക്കെതിരെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമായിരുന്നു ഏത്? വേല ചെയ്താൽ കൂലി കിട്ടണം. ഏതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം. ഓക്കെ, 1833 ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരിമൊത്ത തേരിന്റെ വടം വലിച്ച പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, ഇദ്ദേഹമാണ് സമപന്തി ഭോജനം എന്ന മിശ്രഭോജനം. ഓക്കെ, അദ്ദേഹം നടത്തിയ മിശ്രഭോജനം അറിയപ്പെട്ട പേര് സമപന്തി ഭോജനം. അദ്ദേഹം ആരംഭിച്ച മറ്റൊരു കൂട്ടായ്മയാണ് ഏത്? തൂവയൽ പന്തി കൂട്ടായ്മ. ഏതാണ്? തൂവയൽ പന്തി കൂട്ടായ്മ. ഓക്കെ, ഇദ്ദേഹം സ്ഥാപിച്ച മതമാണേത്? അയ്യാവഴി മതം. മതമാണേത്? അയ്യാവഴി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ശ്രദ്ധിക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകന്മാർ തന്നെയാണ് വൈകുണ്ഠസ്വാമികൾ. 1851 ശുചീന്ദ്രത്താണ് ആര്? വൈകുണ്ഠസ്വാമികൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് തന്നെയാണ്? വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രയോഗിച്ചു അത് തന്നെയാണ് പ്രകടിപ്പിച്ചത് ആര് തന്നെയാണ്? വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പൊല്ലു കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? വക്കം മൗലവി, കുമാരഗുരുദേവൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, താഴ്ന്ന ജാതിയിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം, റോഡുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്നീ 2 ലക്ഷ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയ്യങ്കാളി രൂപീകരിച്ച സംഘടനയാണ് ഇത് സാധുജന പരിപാലന സംഘം. ഏതാണ്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഏത്? സാധുജന പരിപാലിനി. ഏതാണ്? സാധുജന പരിപാലിനി. ഏത് സംഘടനയുടെ മാതൃകയിലാണ് അദ്ദേഹം സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത്? SNDP. ഇതിന്റെ മാതൃകയിലാണ് SNDP. അയ്യങ്കാളിയുടെ പേരിൽ ചെയറുള്ള യൂണിവേഴ്സിറ്റിയാണ് ഏത്? സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ്. ഓക്കെ, അയ്യങ്കാളിയുടെ പേരിൽ ജലോത്സവം നടക്കുന്ന എവിടെയാണ്? വെള്ളായണിക്കായലാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി കേരള സർക്കാർ ആരംഭിച്ച വർഷമാണ് 2010. ഇതിന്റെ ഒരു ദിവസത്തെ വേതനമാണ് എത്ര? 346. 346. ക്ലിയർ ആയല്ലോ? ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിമാര് തന്നെയാണ് അയ്യങ്കാളി തന്നെയാണ്. 1915 അയ്യങ്കാളി നേതൃത്വം കൊടുത്ത സമരമായിരുന്നു ഏത്? കല്ലുമാല സമരം, പെരിനാട് ലഹള എന്നറിയപ്പെടുന്നു. പിന്നെ മറ്റൊരു സമരമാണ് ഊരൂട്ടമ്പലം ലഹള എന്നുകൂടി അറിയപ്പെടുന്നത്. ക്ലിയർ അല്ല? അപ്പൊ 2 സമരങ്ങൾക്ക് 1915 അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒന്ന് കല്ലുമാല സമരം, രണ്ടാമത്തേത് ഊരൂട്ടമ്പലം ലഹള. കിട്ടിയില്ലേ? അടുത്ത്
സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, തോൽവിറക സമരം. ഓക്കെ, വൈക്കം ക്ഷേത്രത്തിന്റെ മതിലകത്ത് കൂടി അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അപ്പോ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സവർണ ജാതിക്കാർ ചേർന്നുകൊണ്ട് ഒരു ജാഥ നയിച്ചു. അതാണ് ഏത്? സവർണ ജാഥ. ഏതാണ്? സവർണ ജാഥ. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? സവർണ ജാഥ നടക്കുന്നത്. അപ്പൊ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ. ക്ലിയർ ആയല്ലോ? ശ്രദ്ധിക്കുക, ആരൊക്കെയാണ് ഈ സവർണ ജാഥ നയിച്ചത്? മന്നത്ത് പത്മനാഭൻ. ആരൊക്കെയാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, എം ഇ നായിഡു. ആരാണ്? എം ഇ നായിഡു. ഇ വി രാമസ്വാമി നായ്ക്കർ. ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. മന്നത്ത് എം ഇ നായിഡു, ഇ വി രാമസ്വാമി നായ്ക്കർ. മന്നത്ത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചു. എവിടെ മുതൽ എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഓക്കെ, എം ഇ നായിഡു നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ. എവിടെ മുതൽ എവിടം വരെ? നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ. ഇ വി രാമസ്വാമി നായ്ക്കരോ? മധുര മുതൽ വൈക്കം വരെ. മധുരൈ. എവിടെ? മധുരൈ മുതൽ വൈക്കം വരെയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ സവർണജാഥ നയിച്ചത്. സവർണജാഥ നയിച്ചുകൊണ്ട് വന്നിട്ട് നേരെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് പ്രവേശിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. ക്ലിയർ ആയല്ലോ? അപ്പോ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ, വൈക്കം സത്യാഗ്രഹം. കിട്ടിയില്ലേ? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വി ടി ഭട്ടതിരിപ്പാട്, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, ശ്രദ്ധിക്കുക, പണ്ട് വേദങ്ങൾ എന്ന് പറയുന്നത് സവർണ മേധാവിത്വമായിരുന്നല്ലോ. അവർണർക്കും വേദം പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ഏത്? വേദാധികാര നിരൂപണം. അപ്പൊ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. അവർണർക്കും വേദം പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് ഏത്? വേദാധികാര നിരൂപണം. കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. ഏതാണ്? പ്രാചീന മലയാളം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് ഏത്? മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, മറ്റു കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, സർവമത സാമരസ്യം, നിശാന്ത വിലാസം, ക്രിസ്തുമത ചേതനം, ക്രിസ്തുമത നിരൂപണം എന്നിവയുമെല്ലാം ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരായിരുന്നു അയ്യപ്പൻ. ഏതാണ്? അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമായിരുന്നു കുഞ്ഞൻ പിള്ള. എന്താണ്? കുഞ്ഞൻ പിള്ള. അദ്ദേഹം ചട്ടമ്പി എന്ന പേര് ലഭിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? പേട്ടയിൽ രാമൻ പിള്ളാശാന്റെ ഗുരുകുല വിദ്യാഭ്യാസ സമയത്താണ് ചട്ടമ്പി എന്ന പേര് ലഭിക്കുന്നത്. കിട്ടിയില്ലേ? താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്ത കൃതി ഏത്? ആത്മോപദേശതകം, ദൈവദശകം, ജാതിക്കുമ്മി, ദർശനമാല. ഏതാണ് ഗുരുവിന്റെ കൃതി അല്ലാത്ത കൃതി? ജാതിക്കുമ്മി. ഏതാണ്? ജാതിക്കുമ്മിയാണ് ഗുരുവിന്റെ കൃതി അല്ലാത്ത. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കൃതിയാണ്. ആരുടേത്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതിയായിരുന്നു ഏത്? ജാതിക്കുമ്മി. കേരള ഉപനിഷത്ത് എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏത്? ആത്മോപദേശ ശതകം. ക്ലിയർ ആയല്ലോ? 2014 100 വർഷം തികഞ്ഞ ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. 100 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത ഗുരുവിന്റെ കൃതിയും ഏത് തന്നെയാണ്? ദൈവദശകം തന്നെയാണ്. ഇതിനുത്തരം ഓപ്ഷൻ സി, ജാതിക്കുമ്മിയാണ് കേട്ടോ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ഗൗരി പാർവതിബായ്, സേതു ലക്ഷ്മിബായ്, സ്വാതി തിരുനാൾ, ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, 1816 LMSകാർ നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവിതാംകൂറിൽ. ഓക്കെ, അപ്പോൾ LMS പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന മതപരിവർത്തനം, വിദ്യാഭ്യാസ പ്രചരണവുമാണ്. അങ്ങനെ ഇവർ വരുന്നതിന്റെ ഭാഗമായിട്ട് 1817 എന്നാണ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിൽ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ആര്? ഗൗരി പാർവതിബായ്. ആരാണ്? ഗൗരി പാർവതിബായ്. ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതിബായ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കിട്ടിയില്ലേ? ആവശ്യമുള്ള പോയിന്റ്സ് എഴുതിയിരിക്കണോട്ടോ. എല്ലാവരും കിട്ടുന്നെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കുറവാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കേട്ടോ ശരിയായ ഉത്തരം. അടുത്ത്, പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചത് ആര്? CV രാമൻ പിള്ള, സർദാർ KM പണിക്കർ, O ചന്തുമേനോൻ, GP പിള്ള. ഓക്കെ, പഴശ്ശിരാജാവിന്റെ ജീവിതം പ്രമേയമാക്കി
കേരള സിംഹം എന്ന കൃതി എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സർദാർ KM പണിക്കർ. ഓക്കെ, ഈ കൃതിയിൽ അദ്ദേഹം പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കൃതിയിൽ പഴശ്ശി രാജാവ് വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് ആര് പറയുന്നത്? സർദാർ KM പണിക്കര് പറയുന്നത്. ആക്ച്വലി പഴശ്ശി രാജാവ് എങ്ങനെയാണ് മരിക്കുന്നത്? വെടിയേറ്റാണ് മരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, KMന്റെ അബ്രിവേഷൻ കാവാലം മാധവ പണിക്കർ. ഒരു തവണ അത് ചോദിച്ചിരുന്നു, KMന്റെ ഫുൾ ഫോം. ഓക്കെ, സർദാർ കാവാലം മാധവ പണിക്കർ. ഓക്കെ അല്ലേ? ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത് 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? KP കേശവമേനോൻ, അക്കാമ ചെറിയാൻ, K കേളപ്പൻ, ആനി ബെസന്റ്. ആരാണ്? ആനി ബെസന്റ്. ഓക്കെ, ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന പാലക്കാട് വെച്ചിട്ടാണ്. 1916 അതിന്റെ അധ്യക്ഷയാരായിരുന്നു? ആനി ബെസന്റ്. ആരാണ്? ആനി ബെസന്റ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, പ്രധാന പ്രവർത്തകനായിരുന്നു KP കേശവൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? കുമാരഗുരുദേവൻ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, സഹോദരൻ അയ്യപ്പൻ. ഓൾറെഡി പറഞ്ഞു പോയ കാര്യം തന്നെയാണ്, ചോദ്യം ഒന്ന് ജസ്റ്റ് മാറിയെന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, ആരാണ്? കുമാര ഗുരുദേവൻ. ആരാണ്? കുമാരഗുരുദേവൻ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ രണ്ടാമത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ നേരത്ത് കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ സെക്ഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം മേ ബി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്തെടുക്കാൻ പറ്റണം അപ്പത്തേക്ക്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വീണ്ടും നമ്മൾ പറഞ്ഞു പോയ കാര്യം അല്ലേ? TK മാധവൻ, P കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ, K കേളപ്പൻ. തന്നെ പറഞ്ഞു നോക്കിയേ, കിട്ടുന്നുണ്ടോ? ആരാണ്? അത് തന്നെ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. കിട്ടുന്നില്ലേ? ഓക്കെ, വേറെ ആരൊക്കെയാണ് സവർണജാഥ നയിച്ചത്? ME നായിഡു, EV രാമസ്വാമി നായ്ക്കർ. ക്ലിയർ ആയില്ലേ? ഇവിടെ ആരാണ് ഉത്തരം? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അരേ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ, PK ചാത്തൻ മാസ്റ്റർ, വാക്ബിടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, ആരാണ് അരേ സമാജം സ്ഥാപിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പനാണ് എന്ത് അരയ സമാജം സ്ഥാപിക്കുന്നത്. പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, കൊച്ചിയിൽ നിന്നുമുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. സാഹിത്യ നിപുണൻ, കവി തിലകൻ എന്നെല്ലാം അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അദ്ദേഹം സ്ഥാപിച്ച മറ്റു സംഘടനകളാണ് കല്യാണദായിനി സഭ, അരേ വംശോദ്ധാരണി സഭ, ഓക്കെ, ജ്ഞാനോദയ സഭ, ബാലസേവാ സമിതി, ഓക്കെ, സമുദായ സേവിനി സഭ, ബാലസമുദായ പരിഷ്കരണി സഭ. ഇതെല്ലാം ആര് സ്ഥാപിച്ചതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ആണ്. ക്ലിയർ ആയില്ലേ? കുറിച്യ കലാപത്തിന്റെ നേതാവാര്? നങ്ങേലി, പഴശ്ശിരാജ, രാമനമ്പി, എടച്ചേന കുങ്കൻ നായർ. പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച ഗോത്ര ജനതയായിരുന്നു ഏത്? കുറിച്യരും കുറുമ്പരും പറയപ്പെടുന്നത്. പഴശ്ശിയെ വകവരുത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? കുറിച്യരെ കൂടി വകവരുത്തുക. അതിന്റെ ഭാഗമായിട്ട് നടന്ന കലാപമായിരുന്നു ഏത്? കുറിച്യർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കലാപം ആരംഭിക്കുന്നത് 1912 മാർച്ചിലാണ് കലാപം ആരംഭിക്കുന്നത്. പ്രധാന നേതാവായിരുന്നു ആര്? രാമനമ്പി. ആരാണ് പ്രധാന നേതാവ്? ആരാണ്? രാമനമ്പി. ബ്രിട്ടീഷുകാർ വേറെ മറ്റേ നേതാക്കളുണ്ട്. പ്ലാക്കച്ചന്തു, ആയിരവീട്ടിൽ കോന്തപ്പൻ, മാസിലോട്ടാടാൻ യാമു, വെൺകലോൺ കേളു എന്നിവരും എന്താണ് ഇതിന് നേതാക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ നേതാവായ രാമനമ്പിയെ വധിക്കുന്നു 1812 മെയ് 1. ഏകദേശം അതോടുകൂടി മെയ് 8 കലാപം അടിച്ചമർത്തപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. ദക്ഷിണയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കോളനി വിരുദ്ധ ഗിരിവർഗ ഗോത്ര കലാപമാണ് ഇത് കുറിച്യർ കലാപം. ക്ലിയർ അല്ല? അതാണ് അതിന്റെ പ്രത്യേകത. കുറിച്യർ കലാപം നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. കണ്ടോ, വീണ്ടും ചോദ്യം. യോഗക്ഷേമ സഭ, സമത്വ സമാജം, തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ,
പ്രത്യക്ഷരക്ഷ ദൈവസഭ. ഏതാണ് കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനം? പറഞ്ഞേ, നിങ്ങൾ തന്നെ പറഞ്ഞേ. ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷ ദൈവസഭ. പ്രത്യക്ഷരക്ഷ ദൈവസഭ. കിട്ടിയില്ലേ? ഓക്കെ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. സമത്വ സമാജം ആരാണ്? കുറച്ചു മുമ്പ് പറഞ്ഞതാ, വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണേത്? സമത്വ സമാജം ആരാണ് സ്ഥാപിക്കുന്നത്? വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ ആരാണ് സ്ഥാപിച്ചത്? പാമ്പാടി ജോൺ ജോസഫ്. ആരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണത് സ്ഥാപിച്ചത്. കിട്ടിയോ? ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷ ദൈവസഭ. പറഞ്ഞു പോയ കാര്യമാണ്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അടുത്ത്, കീഴൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആര്? ഡോക്ടർ KV മേനോൻ, സച്ചിൻ സന്യാൽ, മംഗൾ പാണ്ഡെ, അരവിന്ദോ ഘോഷ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് ഏത്? കീഴൂർ ബോംബ് കേസ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന പ്രതികൾ കീഴൂർ ബോംബ് കേസ് വെച്ച് വേറൊന്നുമില്ല, ചാലിപ്പുറത്തെ മാധവന്റെ വീട്ടിൽ, കോഴിക്കോട് ചാലിപ്പുറത്തെ മാധവന്റെ വീട്ടിൽ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു യോഗം ചേരുന്നു. ഒരു ദിവസം വിധ്വംസക ദിനമായിട്ട്. എന്താണ് വിധ്വംസക എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡിസ്ട്രോയ്, നശിപ്പിക്കുക. വിധ്വംസക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ബോംബൊക്കെ ഉണ്ടാക്കി പല കെട്ടിടങ്ങളും നശിപ്പിക്കാൻ തീരുമാനിച്ചു. പലതെല്ലാം നശിപ്പിച്ചു, പലതെല്ലാം ബോംബ് വെച്ചെങ്കിലും പക്ഷെ പോലീസ് ഡിഫ്യൂസ് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, ആ ഒരു സംഭവമാണ് ഇത് കീഴൂർ ബോംബ് കേസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിന്റെ പ്രധാന പ്രതികളായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ KV മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരാണ്. VA കേശവൻ നായർ. ഓക്കെ, ഇവരൊക്കെയാണ് പ്രധാന പ്രതികളായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ ആരാണുള്ളത്? ഡോക്ടർ KV മേനോനാണുള്ളത്. ഓക്കെ, ഇപ്പൊ കീഴൂർ ബോംബേഴ്സിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ KV മേനോൻ. ഡോക്ടർ KV മേനോന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു കത്ത് ലഭിക്കുകയുണ്ടായി. ആരുടെ കത്ത്? സുഭാഷ് ചന്ദ്രബോസിന്റെ കത്ത് ലഭിച്ചു. കിട്ടിയില്ലേ? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം കേട്ടോ. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി ദർശനമാല, പ്രാചീന മലയാളം, ആനന്ദ ദർശനം, ആത്മാനുതാപം. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതിയാണ് ഇത് പ്രാചീന മലയാളം. കേരളത്തിലെ ജാതി വ്യവസ്ഥയെ കുറിച്ച് പരാമർശിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ഇത് പ്രാചീന മലയാളം. ആരാണ് ദർശനമാല എഴുതിയത്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. ആനന്ദ ദർശനം ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ആത്മാനുതാപമാരുടേതാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റേതാണ്. ഇത് ആത്മാനുതാപം. ഓക്കെ, ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി പ്രാചീന മലയാളം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുണ്ട്ര വിളംബരം നടത്തിയ വർഷം 1806, 1809, 1857, 1757. ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച വിളംബരമാണ് ഏത്? കുണ്ടറ വിളംബരം. പുറപ്പെടുവിച്ച വർഷമാണ് 1809 ജനുവരി 11. 1809 ജനുവരി 11 എന്ത് പുറപ്പെടുവിക്കുന്നത്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതിന്റെ കൊല്ലവർഷമാണ് 984 മകരം 1. എന്നാണ് 984 മകരം 1. എവിടെ വെച്ചിട്ടാണ് ഇത് പുറപ്പെടുവിക്കുന്നത്? ഇളമ്പള്ളൂർ ക്ഷേത്രം. എവിടെ വെച്ചിട്ട്? ഇളമ്പള്ളൂർ ക്ഷേത്രം, കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പുറപ്പെടുവിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത കൊച്ചിയിലെ മന്ത്രിയായിരുന്നു ആര്? പാലിയത്ത് അച്ഛൻ. ആരാണ്? പാലിയത്ത് അച്ഛൻ. ക്ലിയർ ആയില്ലേ? അപ്പൊ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1809. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത്, കല്ലുമാല സമരം നയിച്ചതാര്? കുറച്ചു ഞാൻ പറഞ്ഞു പോയതാണ്. K. കേളപ്പൻ, AK ഗോപാലൻ, അയ്യങ്കാളി, AG വേലായുധൻ. 1915 അയ്യങ്കാളി നേതൃത്വം കൊടുത്ത സമരമായിരുന്നു ഏത്? കല്ലുമാല സമരം. കല്ലുകൊണ്ടുള്ള ആവരണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധമായിരുന്നു ഇത് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. ഇത് നടക്കുന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേര് പെരിനാട് ലഹള. ഓക്കെ, അപ്പൊ കല്ലുമാല സമരം നടന്ന വർഷമാണ് 1915. നൽകിയത് ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളി. കിട്ടിയില്ലേ? അടുത്ത്, മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? പോണ്ടിച്ചേരി ഉടമ്പടി, മദ്രാസ് ഉടമ്പടി, മംഗലാപുരം ഉടമ്പടി, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏതാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായത്? മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ ഒപ്പുവെച്ച 1792 ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് എന്ത് ലഭിക്കുന്നത്? മലബാർ ലഭിക്കുന്നത് മൈസൂരിന്റെ കയ്യിൽ നിന്നും. ഓക്കെ, അപ്പോ
ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി, ശ്രീരംഗപട്ടണ ഉടമ്പടി. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1792, 1792. ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭരണാധികാരി. പഴശ്ശിരാജ, പാലിയത്തച്ഛൻ, വേലുത്തമ്പിതളവ, മാർത്താണ്ഡവർമ്മ. ആരാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത്? പഴശ്ശിരാജയാണ്. ആരാണ്? പഴശ്ശിരാജ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ, പുരളിശെമ്മൻ, കേരള സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പഴശ്ശിരാജാവ് തന്നെയാണ് അങ്ങനെയെല്ലാം അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മീഷൻ, ശ്രീകൃഷ്ണ കമ്മീഷൻ, ലോഗൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഏത് കമ്മീഷനാണ്? ലോഗൻ കമ്മീഷനാണ് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, മലബാർ കലാപം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മറ്റൊരു സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നതാണ് ഏത്? പൂക്കോട്ടൂർ യുദ്ധം. 1836നും 1853നും ഇടയ്ക്ക് കേരളത്തിൽ നടന്ന കുറച്ച് കലാപങ്ങളുണ്ട് മലബാറിൽ നിന്ന്. അതിനെയാണ് എന്ത് പറയുന്നത്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ കലാപ സമയത്ത് മലബാറിലെ കലാപകാരികൾ വധിച്ച മലബാറിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു ആര്? HV കനോളി. ആ HV കനോളിയും അന്നത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? TL സ്ട്രെയിഞ്ച് കമ്മീഷൻ. അതിനുശേഷം മാപ്പിള സമുദായത്തിന് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ട് നിയോഗിച്ചൊരു കമ്മീഷനായിരുന്നു ഇത് ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. 1921 മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് അത് വില്യം ലോഗൻ കമ്മീഷൻ. അത് വില്യം ലോഗൻ കമ്മീഷൻ. 1921 വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപം, ഇത് മാപ്പിള കലാപം. രണ്ടും രണ്ടാണ്, മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ, ജോസഫ് റബ്ബാൻ, രാജശേഖരവർമ്മ, കുലശേഖര ആഴ്വാർ. ആരാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്? അയ്യനടികൾ തിരുവടികൾ. ആരാണ്? അയ്യനടികൾ തിരുവടികൾ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ക്രൈസ്തവ വ്യാപാരിയായ മാർ സപ്പീർ ഈശോയ്ക്ക്, ആർക്കാണ്? മാർ സപ്പീർ ഈശോയ്ക്ക് കൊല്ലം നഗരത്തിൽ കച്ചവടം നടത്തുവാനും തരിസാപ്പള്ളി പണിയുവാനും അയ്യനടികൾ തിരുവടികൾ നൽകിയ അവകാശമായിരുന്നു ഏത്? തരിസാപ്പള്ളി ശാസനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഏതാണ് ക്രൈസ്തവ വ്യാപാരി? മാർ സപ്പീർ ഈശോ. ആരാണ്? മാർ സപ്പീർ ഈശോ. ഓക്കെ, ഇദ്ദേഹം ഏത് കച്ചവട സംഘത്തിലായിരുന്നു? മണിഗ്രാമം കച്ചവട സംഘത്തിലെ മണിഗ്രാമം. ഓക്കെ, ജോസഫ് റബ്ബാനോ? അഞ്ചുവണ്ണം കച്ചവട സംഘത്തിൽ, അഞ്ചുവണ്ണം കച്ചവട സംഘം. ഓക്കെ, ജോസഫ് റബ്ബാനുമായി ബന്ധപ്പെട്ട ശാസനമാണ് ഇത്? ജൂതശാസനം. കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം നടത്താനായിട്ട് കേട്ടോ. ക്ലിയർ ആയല്ലോ? ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ, അയ്യനടികൾ തിരുവടികൾ. കിട്ടിയില്ലേ? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം പണ്ടാരപ്പാട്ട വിളംബരം, ക്ഷേത്രപ്രവേശന വിളംബരം, ജന്മി കുടിയാൻ വിളംബരം, കുണ്ടറ വിളംബരം. ഓക്കെ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചാണ് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗാന്ധി 1937 കേരളത്തിൽ വന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് ഇത്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതായിരുന്നു ഇത്? പണ്ടാരപ്പാട്ട വിളംബരം. മാറിപ്പോരുത്, രണ്ടാണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട പണ്ടാരപ്പാട്ട വിളംബരം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ അല്ലേ? ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യ. റാണി ഗൗരി ലക്ഷ്മിബായ്, റാണി ഗൗരി പാർവതിബായ്, റാണി സേതു ലക്ഷ്മിബായ്, ഉമ്മിണിത്തമ്പിതളവ. ആരാണ്? റാണി ഗൗരി പാർവതിബായ്. റാണി ഗൗരി പാർവതിബായ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം കേട്ടോ. കുറച്ചും പറഞ്ഞു പോയതാണ്. ഓക്കെ, റാണി ഗൗരിയുടെ സിസ്റ്റർ ആണ് ആര്? ഗൗരി ലക്ഷ്മി കേട്ടോ. രാജ്സമാചാരം എന്ന പത്രമാണ് കേട്ടോ. പത്രം ആരംഭിച്ചത് കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ? ഹർമൻ ഗുണ്ടാട്ട്, റവറന്റ് മീഡ്, അർണോസ് പാതിരി, സി കേശവൻ. ആരാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ഹർമൻ ഗുണ്ടാട്ട്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മറ്റൊരു പത്രമാണ് ഇത്? പശ്ചിമോദയം. മറ്റു പ്രസിദ്ധീകരണങ്ങളാണ് ഇതൊക്കെ? കേരളപ്പഴമ, കേരളോൽപ്പത്തി. കിട്ടിയില്ലേ? അടുത്തത് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന തുലാമ്പത്ത് സമരം, കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, പഴശ്ശി കലാപം.
1946 ഒക്ടോബർ 24 മുതൽ 27 വരെ. ഇതിന്റെ കൊല്ലവർഷം എന്ന് പറയുന്നത് 1122. തുലാം 7 മുതൽ 10 വരെ തിരുവിതാംകൂറിൽ നടന്ന സമരമായിരുന്നു ഇത്. തിരുവിതാംകൂറിന്റെ സമരമായിരുന്നു ഇത് പുന്നപ്ര വയലാർ സമരം. ഏതാണ് പുന്നപ്ര വയലാർ സമരം? ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് തുലാം 10 സമരം എന്നുകൂടി അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായി തന്നെ തുടരുമെന്ന് ആര് പ്രഖ്യാപിച്ചു? സർ സി പി രാമസ്വാമിയർ പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഏത് പുന്നപ്ര വയലാർ സമരം എന്ന് അറിയപ്പെടുന്നത്. വർഷം 1946 ഒക്ടോബർ 24-27. കൊല്ലവർഷം 1122. തുലാം 7 മുതൽ 10 വരെ. അതാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനായ ഉടമ്പടി കുറച്ചു മുമ്പ് പറഞ്ഞോളൂ. മംഗലാപുരം ഉടമ്പടി, ശ്രീരംഗപട്ടണം ഉടമ്പടി, അലഹാബാദ് ഉടമ്പടി, മദ്രാസ് ഉടമ്പടി. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് കേട്ടോ. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ഒപ്പുവെക്കുന്ന ഉടമ്പടിയാണ് ഇത് മദ്രാസ് ഉടമ്പടി. രണ്ടാം മൈസൂർ യുദ്ധത്തിന് ശേഷം ഒപ്പുവെക്കുന്ന ഉടമ്പടിയാണ് മംഗലാപുരം ഉടമ്പടി. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ഒപ്പുവെക്കുന്ന ഉടമ്പടിയാണ് ഇത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓക്കെ, അതാണ് ആ 3 ഉടമ്പടികളും പറഞ്ഞു പോയത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ഇട്ടാ ശരിയായ ഉത്തരം. കണ്ണീരും കിനാവും എന്ന ഗന്ധം രചിച്ചതാര്? കെ പി കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, വാഗ്ബടാനന്ദൻ. ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് ഏത് കണ്ണീരും കിനാവും. ഏതാണ് കണ്ണീരും കിനാവും? സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകമായിരുന്നു ഏത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. കിട്ടിയില്ലേ? ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഓൾറെഡി പറഞ്ഞു പോയി. 1891 ജനുവരി 1. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1891. കിട്ടിയില്ലേ? വരിക വരിക സഹചരേ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിന്റെ രചയിതാവ് നമ്മൾ പഠിച്ചു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് സോങ് ആണ് ഏത് വരിക വരിക സഹചരേ. അത് എഴുതിയ വ്യക്തിയാണ് ആര്? അംശി നാരായണ പിള്ള. ആരാണ്? അംശി നാരായണ പിള്ള. നേരത്തെ പറഞ്ഞു പോയ കാര്യ ഓർമ്മ കിട്ടണം നിങ്ങൾക്ക് കേട്ടോ. ആരാണ്? അംശി നാരായണ പിള്ള. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ്? അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ, കുമാരഗുരുദേവൻ, ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1893 മുതൽ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നടത്തിയ ജാഥ അറിയപ്പെട്ട പേരാണ് ഇത് വില്ലുവണ്ടി സമരം എന്ന്. ഏതാണ്? വില്ലുവണ്ടി സമരം നടത്തിയ നേതാവാണ് ആര്? അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. 1893 പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു അത് കേട്ടോ. ക്ലിയർ ആയല്ലോ? അക്കാമ ചെറിയാന്റെ ജനിച്ച സ്ഥലം തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ. എവിടെയാണ് അക്കാമ ചെറിയാൻ ജനിച്ചത്? കാഞ്ഞിരപ്പള്ളിയിലാണ് കേട്ടോ. എവിടെയാണ്? ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കൃതി അക്കാമയുടെ കൃതിയായിരുന്നു 1114 കഥ. ജീവിതം ഒരു സമരമായിരുന്നു. എന്ത്? അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് അറിയപ്പെടുന്ന ആരുടെ? അക്കാമ ചെറിയാന്റെ ആത്മകഥ. ഓക്കെ, തിരുവിതാംകൂറിൽ ശ്രദ്ധിച്ചിരിക്കണേ. തിരുവിതാംകൂറില് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ച സംഘടനയാണ് ഏത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938. ഓക്കെ, ഇതിന്റെ വനിതാ വിഭാഗമായിരുന്നു ദേശസേവികാ സംഘം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വിഭാഗമായിരുന്നു ഏത്? ദേശസേവികാ സംഘം. ഏതാണ്? ദേശസേവികാ സംഘം. ഓക്കെ, ഈ ദേശസേവികാ സംഘത്തിന്റെ നേതാവായിരുന്നു ആര്? അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് അക്കാമയെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും അക്കാമ ചെറിയാനെ കുറിച്ച് തന്നെയാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, കെ കേളപ്പൻ. ആരാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയാണ് കേട്ടോ. ഓപ്ഷൻ എ ഗാന്ധിജിയാണ് ശരിയായ ഉത്തരം. ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജി. അടുത്ത ചോദ്യം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, വേണാട്ടിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് ഏത്? അഞ്ചുതെങ്ങ് പണ്ടകശാല. അത് പണിയുവാൻ അനുമതി ലഭിച്ച വർഷമായിരുന്നു 1684.
അതിനുശേഷം അഞ്ചുതെങ്കിൽ തന്നെ അവർക്ക് കോട്ട പണിയാൻ അനുമതി ലഭിക്കുന്നു 1690. അവർ കോട്ട പണി കഴിപ്പിക്കുന്നു 1695. ഓക്കെ, അതിനുശേഷം നടന്ന കലാപമാണ് ഇത് 1697 നടന്ന കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമായിരുന്നു ഏത്? അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ചതിനെതിരെയും കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെതിരെയും നടക്കുന്ന കലാപമാണിത് അഞ്ചുതെങ്ങ് കലാപം. നടന്ന വർഷം 1697. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആയല്ലോ? കലാപ സമയത്തെ വേണാട് ദേശീയ ഭരണാധികാരിയായിരുന്നു ആര്? രവിവർമ്മ. ആരാണ്? രവിവർമ്മയാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഇപ്പൊ പറഞ്ഞുള്ളൂ, ഏതാണ്? ആറ്റിങ്ങൽ, കടയ്ക്കാവൂർ, കുളച്ചൽ, അഞ്ചുതെങ്ങ്. എവിടെയാണ് അഞ്ചുതെങ്ങ്? ബ്രിട്ടീഷുകാർക്ക് വേണാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് ഇത് അഞ്ചുതെങ്ങ് പണ്ടകശാല. കിട്ടിയില്ലേ? നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം. അടുത്ത ചോദ്യം, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെ? നിലമ്പൂർ, താന്നിത്തോട്, പേരാമ്പ്ര, അഞ്ചരക്കണ്ടി. പഴശ്ശി കലാപ സമയത്ത് നശിപ്പിക്കപ്പെട്ടതും ഏഷ്യയിലെ ഏറ്റവും വലുതുമായിരുന്ന സുഗന്ധവ്യഞ്ജനത്തോട്ടമാണ് എവിടെയുള്ളത്? അഞ്ചരക്കണ്ടിയിലുള്ളത്. അതാണ് PSC എങ്ങനെ ചോദിച്ചത്? കറുവാത്തോട്ടം എന്ന് പറഞ്ഞ് ചോദിച്ചത്. ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടിയാണ് ശരിയായ ഉത്തരം. ക്ലിയർ ആയല്ലോ? ഓക്കെ, പഴശ്ശി കലാപം 2 കാലഘട്ടങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെയും രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയുമാണ് പറയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായവും രണ്ടാമത്തേത് ബ്രിട്ടീഷുകാർ വയനാട് കീഴടക്കാൻ ശ്രമിച്ചതുമാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വേലുത്തമ്പിതളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ലീഗ്, ലഫ്റ്റനന്റ് ഗോർഡൻ, തോമസ് ഹാർവേ ബേബർ, ആർതർ വെല്ലസ്ലി. ശ്രദ്ധിക്കുക, 1809 ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ വേലുത്തമ്പിതള പുറപ്പെടുവിച്ച വിളംബരമായിരുന്നു ഏതാ? കുണ്ടറ വിളംബരം. ഇതിൽ പങ്കെടുത്ത കൊച്ചിയിലെ മന്ത്രിയാണ് ആര്? പാലിയത്തച്ഛൻ. അങ്ങനെ കുണ്ടറ വിളംബരം നടത്തിയതിനു ശേഷം 1809 ജനുവരി 19 വേലുത്തമ്പിതളവയും പാലിയത്തച്ഛനും ചേർന്നുകൊണ്ട് 3000 പേര് സൈന്യവുമായിട്ട് കൊച്ചിയിലെ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടാൻ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാവുന്നു. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഇനി ഒരിക്കലും കൊച്ചിയിലേക്ക് മടങ്ങി വരത്തക്ക വിധത്തിൽ പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. വേലുത്തമ്പിതളവയെ വധിക്കുവാനായി കേണൽ ലീഗർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആരാണ്? കേണൽ ലീഗർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതാണ് ഇവിടെ നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ആരാണ് ലഫ്റ്റനന്റ് ഗോർഡന്റ്? ഒന്നാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴശ്ശി കൊട്ടാരം ആക്രമിക്കാൻ പോയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ് ആര്? ലഫ്റ്റനന്റ് ഗോർഡന്റ്. ആരാണ്? തോമസ് ഹാർവി ബേബർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ 1804 തലശ്ശേരിയിലെ സബ് കളക്ടറായി നിയമിതനാകുന്ന വ്യക്തിയാണ് ആര്? തോമസ് ഹാർവി ബേബർ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് ബ്രിട്ടീഷ് മേധാവിയായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആർതർ വെല്ലസ്ലി. കിട്ടിയില്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ കേണൽ ലീഗർ ആണ് ശരിയായ ഉത്തരം. കിട്ടിയല്ലോ? ദേശസേവിക സംഘം സ്ഥാപിച്ചതാര്? കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വിഭാഗമാണ് ഇത് ദേശസേവിക സംഘം. ആരാ രൂപീകരിച്ചേ? അക്കാമ ചെറിയാൻ. നോക്കൂ, ഓപ്ഷൻ സി ആണ് അക്കാമ ചെറിയാൻ. ഉത്തരം കിട്ടി, കണ്ടില്ലേ? അടുത്ത ചോദ്യം, തൂവൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പിസ്വാമികൾ, തൈക്കാടയ്യ, ബ്രഹ്മാനന്ദ ശിവയോഗി. നമ്മൾ നേരത്തെ വൈകുണ്ഠസ്വാമികൾ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാ അല്ലെ? എന്താണ് തൂവൽ പന്തി കൂട്ടായ്മ? അദ്ദേഹം രൂപീകരിച്ച, വൈകുണ്ഠസ്വാമികൾ രൂപീകരിച്ച മറ്റൊരു സംഘടനയാണ് ഇത്, കൂട്ടായ്മയാണ് തൂവൽ പന്തി കൂട്ടായ്മ. തൻ്റെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, സമുദായത്തിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ചതാണ് ഇത് തൂവൽ പന്തി കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു നേരം മാത്രം ആഹാരം, മത്സ്യവും മാംസവും ഒന്നും ഉപയോഗിക്കരുത്, മദ്യപാനം, പുകവലി പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. ഓക്കെ, ഇതെല്ലാം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഈ ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഇതിൽ അംഗമാകാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ സ്വയം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം രൂപീകരിക്കുന്ന സംഘടനയാണ് ഇത് തൂവൽ പന്തിക്കൂട്ടായ്മ. ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികളാണ് ശരിയായ ഉത്തരം. വൈകുണ്ഠസ്വാമികൾ. കിട്ടിയില്ലേ? അടുത്ത്
സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആര്? കാവാലം നാരായണ പണിക്കർ, അയ്യത്താൻ ഗോപാലൻ, ജി ശങ്കരക്കുറുപ്പ്, തൊപ്പിൽ ബാസി. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങളുടെ കർത്താവാണ് ആര്? അയ്യത്താൻ ഗോപാലൻ. അതിൽ തന്നെ അയ്യത്താന്റെ സംഗീത നാടകമാണേത്? സാരഞ്ജിനി പരിണയം. കേരളത്തിലെ ആദ്യത്തെ ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? അയ്യത്താൻ ഗോപാലനാണ്. എവിടെയാണ് സ്ഥാപിക്കുന്നത്? കോഴിക്കോട്. എവിടെയാണ്? കോഴിക്കോട്. കുടുംബം മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ മാതൃകത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു ആര്? അയ്യത്താൻ ഗോപാലൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. നാടകങ്ങള് സുശീല ദുഃഖം, സാരഞ്ജിനി പരിണയം. സംഗീത നാടകമാണ് ഇത് സാരഞ്ജിനി പരിണയം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോഴിക്കോട്, വയനാട്, തൃശൂർ, തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. അഞ്ചുതെങ്ങ് കോട്ട എവിടെയാണ്? തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം. വേണാടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യമാണ് കേട്ടോ. വേണാട്ടിലാണ് അഞ്ചുതെങ്ങ് കോട്ട ഉണ്ടായിരുന്നത്. അഞ്ചുതെങ്ങ് പണ്ടകശാലയൊക്കെ ഓൾറെഡി പറഞ്ഞു പോയ കാര്യമാണത്. പഴശ്ശിക്കലാം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ, പ്രിയദർശൻ, ചെറിയാൻ കൽപ്പകവാടി, തമ്പി കണ്ടന്നാനം. ഓക്കെ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് ആര്? MT വാസുദേവൻ നായർ. ആരാണ് MT വാസുദേവൻ നായർ? 2009 പഴശ്ശിരാജാവിന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ഏത്? കേരളവർമ്മ പഴശ്ശിരാജ. ഇതിന്റെ സംവിധാനമാണ് ഏത്? ഹരിഹരൻ. ആരാണ്? ഹരിഹരൻ. ക്ലിയർ ആയല്ലോ? ഇതിൽ പഴശ്ശിരാജാവായിട്ട് വേഷമിട്ടതാണ് ആര്? മമ്മൂട്ടി. വേറെയും ഒരു സിനിമയുണ്ട്, പഴശ്ശിരാജ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഏതാണ്? പഴശ്ശിരാജ. 1964 പുറത്തിറങ്ങിയ സിനിമയാണ് ഇത് പഴശ്ശിരാജ. ഇതിന്റെ സംവിധാനമാണ് ആര്? കുഞ്ചാക്കോ. ആരാണ്? കുഞ്ചാക്കോ. ഇതിന്റെ തിരക്കഥാകൃത്താണ് തിക്കൊടിയൻ. ആരാണ്? തിക്കൊടിയൻ. ഇതിൽ പഴശ്ശിരാജാവായിട്ട് വേഷമിട്ടതാണ് കൊട്ടാരക്കര ശ്രീധരൻ. ക്ലിയർ ആയല്ലോ? അവിടെ 64, ഇവിടെ 2009. അവിടെ കുഞ്ചാക്കോ, ഇവിടെ ഹരിഹരൻ. ഓക്കെ. ഇവിടെ തിക്കൊടിയൻ, ഇവിടെ ആരാണ്? MT വാസുദേവൻ നായർ. ഓക്കെ. ഇവിടെ ആരാണ്? കൊട്ടാരക്കര ശ്രീധരൻ. ഇവരാരാണ്? മമ്മൂട്ടി. മാറിപ്പോകരുത്. കിട്ടിയില്ലേ? അടുത്ത്, ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തു കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ: ഇരുളർ കണിക്കർ, മലയർ മുതുവർ, കുറിച്യർ കുറുമ്പർ, വേടർ ഉള്ളാടർ. നമ്മൾ നേരത്തെ പഠിച്ചു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായം. ഓക്കെ. പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച ഗോത്ര ജനതയായിരുന്നു ഏത്? കുറിച്യരും കുറുമ്പരും. അത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ ആരേത്? കുറിച്യരും കുറുമ്പരും. ഓക്കെ. അത് ഒന്നാമത്തെ കാരണമായിട്ട് പറയാം. പിന്നെയും നമുക്ക് പറയാം, ഈ പഴശ്ശി കലാപത്തിൽ പഴശ്ശി സഹായിച്ച ഗോത്ര ജനതയാണ് ഏത്? കുറിച്യരും കുറുമ്പരും. ഓക്കെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പഴശ്ശിയെ വകവരുത്തിയതിനു ശേഷം കുറിച്യരെയും കുറുമ്പരെയും കൂടി വകവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുറിച്യരും കുറുമ്പരും ചെയ്തിരുന്ന വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറഞ്ഞ കൃഷി നിരോധിക്കുകയും അവരോട് ടാക്സ് പണമായിട്ട് നൽകുവാനും ആവശ്യപ്പെട്ടു. അല്ലാത്തര വസ്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുകൂടി ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ അണിനിരുന്നുകൊണ്ട് എന്താണ്? കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതാണ് കുറിച്യർ കലാപം എന്നുകൂടി അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അതാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യരും കുറുമ്പരും കലാപത്തിലുണ്ട്, രണ്ടുപേരുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കുറിച്യർ കലാപം എന്ന് പേര് വന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ ഇവരായതുകൊണ്ടായിരുന്നു കേട്ടോ. ക്ലിയർ ആയില്ലേ? അടുത്ത്, അയ്യങ്കാളി ജനിച്ച ദിവസം 1963 ജൂലൈ 28, 1963 സെപ്റ്റംബർ 28, 63 ഓഗസ്റ്റ് 28, 1963 ജൂൺ 28, 1963 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ച ദിവസം ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ച ഓഗസ്റ്റ് 28 പൊതു അവധിയാണോ? അതെ, പൊതു അവധി ആണ്. ഏതൊക്കെ നവോത്ഥാന നായകന്മാരുടെ ജന്മദിനമാണ് പൊതു അവധിയായിട്ടുള്ളത്? അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, പിന്നെ ആരാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ. മന്നത്ത് പത്മനാഭന്റെ ജനുവരി 2 പൊതു അവധിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെയും ജന്മദിനം എന്താണ്? പൊതു അവധിയാണ്. ജനനവും മരണവും പൊതു അവധിയായതാണ് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുദേവന്റെയാണ്. ക്ലിയർ ആയല്ലോ? ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ, വാഗ്ബടാനന്ദൻ, വൈകുണ്ഠസ്വാമി, ബ്രഹ്മാനന്ദ ശിവയോഗി. ഓൾറെഡി പറഞ്ഞു പോയി. എന്താണ്? എല്ലാ സമുദായത്തിലെയും ആളുകളെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന രീതിയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്?
മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. അതിൽ വൈകുണ്ഠസ്വാമി നടത്തിയ മിശ്രഭോജനം അറിയപ്പെട്ട പേരാണ് ഏത്? സമപന്തി ഭോജനം. ഏതാണ്? സമപന്തി ഭോജനം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മിശ്രഭോജനത്തിലൂടെയും മിശ്രവിവാഹത്തിലൂടെയും ജാതി നാശനം എന്ന ലക്ഷ്യവുമായിട്ട് സഹോദരൻ അയ്യപ്പൻ രൂപീകരിച്ച സംഘടനയാണ് ഏത്? സഹോദര സംഘം. ഏതാണ്? സഹോദര സംഘം. മാറിപ്പോകരുത് കേട്ടോ. അടുത്ത ചോദ്യം, അക്കമ ചെറിയൻ എന്ന പുസ്തകം എഴുതിയത് ടോണി മാത്യു, എം നിസാർ, ആർ പാർവതി ദേവി, THP ചെന്താശ്ശേരി. ആരാണ്? ആർ പാർവതി ദേവി. ഓപ്ഷൻ സി ആർ പാർവതി ദേവിയാണ് ശരിയായ ഉത്തരം. അക്കമനെ കുറിച്ച് കുറച്ചധികം ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ നമ്മൾ. അടുത്ത ചോദ്യം, 1980 അയ്യങ്കാളിയുടെ പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, VP നരസിംഹറാവു, ജവഹർലാൽ നെഹ്റു. 1980 അയ്യങ്കാളുടെ പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധി, ആരാണ്? ഇന്ദിരാഗാന്ധി അയ്യങ്കാളെ എങ്ങനെ വിശേഷിപ്പിച്ചു? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. എങ്ങനെയാണ്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ആര് വിശേഷിപ്പിച്ചു? ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു 1980. ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധിയാണ് ശരിയായ ഉത്തരം. ഇദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിളിച്ചതാണ് ആര്? ഗാന്ധിജി. ആരാണ്? ഗാന്ധിജി. ആളിക്കത്തിയ തീപ്പൊരി, കേരള സ്പാർട്ടക്കസ് എന്നെല്ലാം അറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഓൾറെഡി പറഞ്ഞു പോയതല്ലേ. ആരാ പറഞ്ഞേ? സ്വയം പറയാൻ നോക്കിയേ. വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വർഷം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 1851. എവിടെയാണ്? 1851. സ്ഥലം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ശുചീന്ദ്രം. എവിടെയാണ്? ശുചീന്ദ്രം. ഓക്കെ. അപ്പോ 1951 ശുചീന്ദ്രം. വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടന്ന നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വർഷം 1951, സ്ഥലം ശുചീന്ദ്രം. കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? മലബാർ കലാപം, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പൂക്കോട്ടൂർ കലാപം. ശ്രദ്ധിക്കുക, ആറ്റിങ്ങൽ റാണിക്ക് സമാനവുമായി വന്നുകൊണ്ടിരുന്ന 140 ബ്രിട്ടീഷ് പട്ടാളക്കാരിൽ മുഴുവൻ പേരെയും അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളും എട്ടിവീട്ടിൽ പിള്ളമാരും മാടമ്പികളും ചേർന്നുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊന്നുകളയുന്നു. ആ സംഭവം അറിയപ്പെട്ട പേരാണേത്? ആറ്റിങ്ങൽ കലാപം. എട്ടുവീട്ടിൽ പിള്ളമാരും മാടമ്പികളും പ്രദേശവാസികളും എല്ലാവരും വെൽ പ്ലാൻ ആയിട്ട് ചെയ്തൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് മൊത്തം പേരെയും വധിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കലാപം അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നാണ് എന്തറിയപ്പെടുന്നത്? ആറ്റിങ്ങൽ കലാപം അറിയപ്പെടുന്നത്. ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1721 ഏപ്രിൽ 15 എന്ത് കലാപം നടന്നത്? 1721 ഏപ്രിൽ 15. ക്ലിയർ ആയല്ലോ. സംഭവം നടക്കുന്ന രാത്രിയാണ്, ഒരു വിഷുവിന്റെ അന്നാണ്. ഓക്കെ. ഈ ഇത്രയും പേരെ കൊന്നതിന് ശേഷം എങ്ങടാണ് എറിഞ്ഞത്? വാമനപുരം പുഴയിലാണ് അവരെ എറിഞ്ഞത്. ക്ലിയർ ആയല്ലോ. ഈ പുഴ പിന്നീട് കൊല്ലും പുഴ, കൊല്ലം പുഴ എന്നൊക്കെ അറിയാനായിട്ട് തുടങ്ങി. ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പോ 1921 ഏപ്രിൽ 15 എന്ത് ആറ്റിങ്ങൽ കലാപം നടന്നത്. ഓക്കെ അല്ലേ? അടുത്ത്, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ഓൾറെഡി പറഞ്ഞു പോയ കാര്യമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളങ്ങളിൽ പട്ടാളക്കാരെ നിയോഗിച്ചു. കുറുമ്പനാട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി. ടിപ്പു സുൽത്താന്റെ പതനം. 1793 മുതൽ 97 വരെയുള്ള ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമെന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? പറഞ്ഞു പോയ കാര്യമാണ് അത്. കുണ്ട്ര വിളംബരം നടന്നതെന്ന് പിന്നെയും പറഞ്ഞു പോയ ചോദ്യം. പെട്ടെന്ന് റികളക്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഓക്കെ. 1912 മെയ് 8, 1906 ഡിസംബർ 16, 1907 ഒക്ടോബർ 31, 1809 ജനുവരി 11. ഉത്തരം കിട്ടി. ഓപ്ഷൻ ഡി 1809 ജനുവരി 11. കൊല്ലവർഷം 984 മകരം 1. കിട്ടിയില്ലേ? ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് 1941 ജൂലൈ 26, 1969 ജൂലൈ 26, 1959 ജൂലൈ 26, 1961 ജൂലൈ 26. നോക്കൂ, എല്ലാം ജൂലൈ 26. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ വർഷമാണ്.
ആരാണ്? 1959 ജൂലൈ 26. ഏതാണ് രാജാവിന്റെ പേര് ഓർമ്മയുണ്ടോ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഉത്തരവിൽ ഒപ്പുവെച്ച ഡേറ്റ് ആണ് ഏത്? 1959 ജൂലൈ 26. ഒപ്പുവെക്കാൻ മീൻസ് ഒരു ഉത്തരവിൽ ഒപ്പുവെക്കാൻ മീൻസ് അനുമതി കൊടുക്കാന്നല്ലേ? അതാണ് ഇവിടുത്തെ കണ്ടന്റ് കേട്ടോ. ഓക്കെ അല്ലേ? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അതും നേരത്തെ സ്ലൈഡിലെ ക്ലാസ്സിലെ ഫസ്റ്റ് ചോദ്യം അല്ലെ? ആർ ബാലകൃഷ്ണപിള്ള, അക്കാമ ചെറിയാൻ, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ. ആരാ? അക്കാമ ചെറിയാൻ. ദേ കിട്ടി, ചോദ്യം കിട്ടി, ഉത്തരം കിട്ടി നമുക്ക് കേട്ടോ. ഓക്കെ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത? എ വി കുട്ടിമാളമ്മ, അന്ന ചാണ്ടി, ആനി മസ്കിൻ, അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയും ആര് തന്നെയാണ്? അക്കാമ ചെറിയാൻ തന്നെയാണ്. ഓക്കെ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വിഭാഗമായിരുന്നു ഏത്? ദേശസേവിക സംഘം. നമ്മൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ അത്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം കേട്ടോ. അടുത്തത് 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? കോട്ടയം, കണ്ണൂര്, പുന്നപ്ര, വെങ്ങാനൂർ. ഓക്കെ. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു പോയ കാര്യം, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന്റെ നേതാവാണ് ആര്? അയ്യങ്കാളി. തിരുവിതാംകൂറിലാണ് നടക്കുന്നത്. ഓക്കെ. അയ്യങ്കാളി ജനിച്ച സ്ഥലം എവിടെയാണ്? വെങ്ങാനൂരിലാണ്. ഓക്കെ. അപ്പൊ കണ്ണൂരല്ല, പുന്നപ്ര ആലപ്പുഴ പ്രദേശം, അതാണ് കോട്ടയമാണ്. ഓക്കെ. അപ്പൊ ഏകദേശം എവിടെയാണ്? വെങ്ങാനൂരിലാണ്. എന്ത്? തിരുവിതാംകൂർ, വെങ്ങാനൂർ. അദ്ദേഹം ജനിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തിയത്. വെങ്ങാനൂർ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കിട്ടിയില്ലേ? 1933 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരിമൊത്ത തേരിന്റെ വട്ടം വലിച്ച പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് ആര്? നേരത്തെ പറഞ്ഞു പോയ കാര്യം അല്ലേ? ആരാണ്? വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ ബി കിടക്കണു, ഉത്തരം കിട്ടി. വൈകുണ്ഠസ്വാമികൾ. അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, തൈക്കാടയ്യ ഗുരു, സഹോദരൻ അയ്യപ്പൻ. ഉത്തരത്തിലേക്ക് എത്തിയിട്ടോ നമ്മള്. ക്ലിയർ ആയല്ലോ? ഓക്കെ. 1936 ഇദ്ദേഹം എന്ത് സ്ഥാപിച്ചത്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ സമത്വ സമാജം സ്ഥാപിക്കുന്നു. ഓക്കെ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓക്കെ. പയ്യന്നൂര്, തളിപ്പറമ്പ്, പാനൂർ, തലശ്ശേരി. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞില്ലേ 140 പേരിൽ മുഴുവൻ പേരെയും വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആർക്കായിരുന്നു ശക്തി കൂടുതൽ? പ്രദേശവാസികൾക്കായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് ബ്രിട്ടീഷ് സൈന്യം അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് തലശ്ശേരിയിൽ നിന്നും ഒരു പോഷക സേന വന്നിട്ടാണ് എന്താ ഈ കലാപം അടിച്ചമർത്തിയത്. അപ്പൊ എവിടെ നിന്നും വന്ന സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത്? തലശ്ശേരി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആയല്ലോ? എവിടെ നിന്നുള്ള സൈന്യമാണ്? ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. കിട്ടിയില്ലേ? അടുത്ത്, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? 1795, 1896, 1897, 1898. ഞാൻ പറഞ്ഞതാണ് 1793 മുതൽ 97 വരെ നടന്ന കലാപമായിരുന്നു ഏത്? ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ കാരണമാണ് എന്ത്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായം. കുരുമുളകിന്റെ വ്യാപാരക്കുത്ത ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം? ആറ്റിങ്ങൽ കലാപം, ചാന്നാലഹള, പൂക്കോട്ടൂർ കലാപം, അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ചു. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ഇതിനെല്ലാം എതിരെ നടന്ന കലാപമായിരുന്നു ഏത്? അഞ്ചുതെങ്ങ് കലാപം. ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ക്ലിയർ ആയല്ലോ? കലാപം നടന്ന വർഷം ഏതാണ്? 1697. ഓക്കെ അല്ലേ? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ്? പുരളിമല. പുരളിമലയുടെ ക്ഷേമത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് പുരളിശെമ്മൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആര്? പഴശ്ശി രാജ. അതുകൊണ്ട് ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. മലബാർഹളയല്ല, പുന്നപ്രല്ല, കയ്യൂരല്ല, ഏതാണ്? പഴശ്ശി വിപ്ലവമാണ് കേട്ടോ. ഓക്കെ. പുരളിമല ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? തലശ്ശേരി. ഏത് താലൂക്കിലാണ്? തലശ്ശേരി താലൂക്കിലാണ് പുരളിമല സ്ഥിതി ചെയ്യുന്നത്. കിട്ടിയില്ലേ? ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് കൈവരിച്ച വർഷം? നമ്മൾ പറഞ്ഞു എന്താണ്? 1930 ഏപ്രിൽ 13 ഇവർ ജാഥയായിട്ട് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് വന്നു. ഏപ്രിൽ 21 പയ്യന്നൂരെത്തി. ഏപ്രിൽ 23 എന്താണ്? ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് കുറുക്കി. ഓക്കെ. അങ്ങനെ AKGയും കെ കേളപ്പനെയും ആദ്യം അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത വർഷമാണ് 1930. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓൾറെഡി പറഞ്ഞ കഥയാണിതല്ല കേട്ടോ. 31, 32, 30, 33. 1930 ഏപ്രിൽ 23. കിട്ടിയില്ലേ? അടുത്തത്,
എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപം, കുറിച്യർ കലാപം, മൊറാഴ സമരം, പൂക്കോട്ടൂർ യുദ്ധം. ഓക്കെ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച വിഭാഗങ്ങളായിരുന്നു ആരൊക്കെ? നായർ, മാപ്പിള, ഗോത്ര ജനത. ഏതൊക്കെയാണ് ഗോത്ര ജനത? കുറിച്യരും കുറുമ്പരും. ക്ലിയർ ആയല്ലോ? അതിൽ കുറിച്യർ സൈന്യത്തിന് നേതാവായിരുന്നു ആര്? തലക്കൽ ചന്തു. ആരാണ് തലക്കൽ ചന്തു? നായർ സൈന്യത്തിന് നേതാവായിരുന്നു ആര്? എടച്ചേന കുങ്കൻ നായർ. അങ്ങനെ എടച്ചേന കുങ്കൻ നായർ, നായർ സൈന്യത്തിന് നേതാവ് എടച്ചേന കുങ്കൻ നായരും തലക്കൽ ചന്തുവും ചേർന്നുകൊണ്ട് 1802 പനമരം കോട്ട ആക്രമിച്ച 70 പേരെ വധിച്ചു. എത്ര പേരെയാണ്? 70 പേരെ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കിട്ടിയില്ലേ? കേരളത്തിൽ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആര് നേതൃത്വത്തിലാണ് നടന്നത്? ഓൾറെഡി പറഞ്ഞു പോയ കാര്യം. അയ്യങ്കാളി, കെ കേളപ്പൻ, സി കൃഷ്ണൻ, എ കെ ഗോപാൽ. ആരാണ്? അയ്യങ്കാളിയാണ് ശരിയായ ഉത്തരം. ആരാണ്? അയ്യങ്കാളിയാണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം. മൊറാഴ സമരം, പെരിനാട് ലഹള, കടക്കൽ കലാപം, 90-ാം ആണ്ട് സമരം. ഓക്കെ, ഊരുട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദളിത് വിദ്യാർത്ഥിയെ പഞ്ചമി എന്താണ്? അയ്യങ്കാളി സ്കൂളിൽ കൊണ്ടുപോയിരുത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? സവർണ ജാതിക്കാർ സ്കൂളിന് തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇതറിയപ്പെട്ട പേരാണ് ഏത്? ഊരുട്ടമ്പലം ലഹള. ഏതാണ്? ഊരുട്ടമ്പലം ലഹള. ഇത് നടക്കുന്നത് 1915-ലാണ്. ഏതാണ്? 1915-ലാണ്. 1915 എന്നറിയപ്പെടുന്നത് കൊല്ലവർഷം 1090 അതുകൊണ്ട് ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് 90-ാം ആണ്ട് സമരം. എങ്ങനെ അറിയപ്പെടുന്നു? 90-ാം ആണ്ട് സമരം എന്ന് കൂടി അറിയപ്പെടുന്നു. പുലയ ലഹള എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. എന്ത്? ഈ ഒരു സമരം ഊരുട്ടമ്പലം ലഹള. ഓക്കെ, ഊരുട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേരാണ് ഇത്. അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്നാണ് അതിന്റെ പുതിയ പേര് കേട്ടോ. ഓക്കെ, പാതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇന്നും എന്തുണ്ട്? സ്കൂളിന്റെ മ്യൂസിയത്തിൽ കാണാം കേട്ടോ. ഓക്കെ, ഓർത്തു വെച്ചോളൂ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 90-ാം ആണ്ട് സമരം. വർഷം ചോദിച്ചാൽ 1915 എഴുതേണ്ടത്. ഇതിന്റെ മറ്റൊരു പേര് പുലയ ലഹള, മറ്റൊരു പേര് ഊരുട്ടമ്പലം ലഹള. കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇതുവരെ ചോദിച്ചു പോയ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.